പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആത്മീയ വളർച്ച മുരടിച്ചു പോകുന്ന ഏറ്റവും വലിയൊരു തിന്മയുണ്ട്. ആത്മീയമായ വളർച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മുരടിച്ചു പോകുന്ന ഒരു തിന്മ. ആ ഒരു തിന്മയിൽ നിന്നും അനേകം തിന്മകൾ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത് അതിൻ്റെ പരിണിതഫലമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു, ഇത് അസൂയ എന്ന ഒരു പാപത്തിൻ്റെ പരിണിതഫലമായിട്ടാണ്. അസൂയ എന്ന ഒരു പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് അസൂയയിൽ നിന്നും മറ്റ് അനേകം തിന്മകൾ ഉടലെടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ അസൂയയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സാമുവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 1 സാമുവേൽ 18-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു 6 മുതലുള്ള തിരുവചനത്തിൽ സാവൂളിൻ്റെ അസൂയ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാവൂളിൻ്റെ അസൂയ. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു പാടി. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. അസൂയയിൽ നിന്നും ഉണ്ടാകുന്നത് വലിയൊരു തിന്മയാണ് ഇഷ്ടക്കേട്. കാരണം സാവൂള് രാജാവിൻ്റെ കൂടെയുള്ള അനേകം പട്ടാളക്കാരും കിങ്കരന്മാരും തോറ്റോടുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനം പകച്ചു നിൽക്കുന്നതും അവർ പിന്നോട്ട് മാറുന്നതും ഈ ഗോലിയാത്തിനെ സംഹരിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദാവീദ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഗോലിയാത്തിനെ ഇല്ലായ്മ ചെയ്ത് രക്ഷിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ കടന്നു വന്ന് ഈ പറയപ്പെട്ട ഗോലിയാത്തിനെ സംഹരിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നം, അവൻ്റെ ശരീരഘടന അത്രയ്ക്കും ഭയങ്കരമാണ്. അവനെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധിക്കാതെ ഇസ്രായേൽ ജനം ഭയന്നിരിക്കുന്ന സമയത്ത്, തകർന്നിരിക്കുന്ന സമയത്ത് ദാവീദ് എന്ന ഒരു കൊച്ചു പയ്യനിലൂടെ ദൈവം ഇടപെട്ട് ഈ പറയപ്പെട്ട ഗോലിയാത്തിനെ സംഹരിക്കുന്നത്, കൊല്ലുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദാവീദ് ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം രാജാവിൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പോവുക. രാജാവ് കൊട്ടാരത്തിലേക്ക് ദാവീദിനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, അവർ മടങ്ങി വരുമ്പോൾ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. അതായത് യുദ്ധസ്ഥലത്ത് നിന്ന് അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. സാവൂൾ രാജാവിനെ എതിരേൽക്കുകയാണ് ഇസ്രായേലിലുള്ള ജനം. അപ്പോൾ സാവൂൾ രാജാവിൻ്റെ കൂടെയുള്ള ആളാണ് ദാവീദ്. അപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകൾ മുഴുവനും അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മുഴുവനും നഗരങ്ങളിലൂടെ ഇവർ കടന്നു വരുമ്പോൾ രാജാവും ഈ ഗോലിയാത്തിനെ സംഹരിച്ച ദാവീദും എല്ലാം കടന്നു വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ, വചനം വളരെ വ്യക്തമായിട്ടാണ്, എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. ഇവിടെ സാവൂൾ രാജാവിനെ എതിരേറ്റു എന്നാണ് വചനം പറയുന്നത്. എന്നാൽ ഈ സ്ത്രീകൾ സാവൂൾ രാജാവിനെ എതിരേൽക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ വിളിച്ചു പറയുന്ന ഒരു സംഭവമുണ്ട്.
അത് മറ്റൊന്നുമല്ല, വചനം പറയുകയാണ്, അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടുന്നു. സന്തോഷം കൊണ്ട് മതിമറന്ന് പാടുകയാണ്. ആ പാടിയത് മറ്റൊന്നുമല്ല, സാവൂൾ 1000 കൊന്നപ്പോൾ ദാവീദ് 10,000 കൊന്നു. സാവൂൾ രാജാവ് 1000 കൊന്നപ്പോൾ ദാവീദ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ 10,000 കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനം സന്തോഷത്തോടെ വിളിച്ചു പറയുമ്പോൾ, ഈ സാവൂൾ രാജാവിന് കിട്ടേണ്ട മഹത്വം അല്ലെങ്കിൽ ആ കയ്യടി ഇവിടെ ദാവീദിന് പോയപ്പോൾ ഇവിടെ സാവൂൾ രാജാവിന് അതിഷ്ടപ്പെടുന്നില്ല. അസൂയയുടെ എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവിൻ്റെ ഉള്ളിൽ കിടന്ന അസൂയ. കാരണം രാജാവിനോ രാജാവിൻ്റെ മറ്റ് കിങ്കരന്മാർക്കോ ഈ ഗോലിയാത്തിനെ സംഹരിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു കൊച്ചു പയ്യൻ അതിനെ സംഹരിച്ച് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ജനമെല്ലാം വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ്, ദാവീദ് 1000 കൊന്നപ്പോൾ, അതല്ല, സാവൂൾ 1000 കൊന്നപ്പോൾ ദാവീദ് 10,000 കൊന്നു എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയുണ്ടായിരുന്ന സാവൂളിനത് ഇഷ്ടപ്പെടുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ സമൂഹത്തിലും മറ്റൊരു വ്യക്തിയുടെ ഉയർച്ചയിൽ അസൂയ ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം ഇഷ്ടക്കേടായിരിക്കും. ഏത് വ്യക്തിയോട് അസൂയ തോന്നുന്നോ ആ വ്യക്തി പറയുന്നതൊന്നും നേതാവിന് ഇഷ്ടപ്പെടത്തില്ല. കാരണം മറ്റൊന്നുമല്ല, നേതാവിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അസൂയയാണ് ഈ എതിർക്കുന്നതിനും ഇഷ്ടക്കേടിൻ്റെയും കാരണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും വ്യക്തിയോട് ഇഷ്ടക്കേടുണ്ടായെങ്കിൽ പിന്നിലേക്ക് ഒന്ന് ആത്മപരിശോധന ചെയ്താൽ നമ്മൾ ചെന്നെത്തുന്നത് അസൂയ എന്ന തിന്മയിലായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും നമുക്ക് കർത്താവിലേക്ക് മടങ്ങി വരികയും ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, സാവൂളിൻ്റെ അസൂയയെപ്പറ്റി അവിടുന്ന് പഠിപ്പിച്ചപ്പോൾ, കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഓരോ സാവൂളുമാരാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിലുള്ള വിഷമവും മറ്റുള്ളവരുടെ ഉയർച്ചയിലുള്ള വിങ്ങലും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതിൻ്റെ പരിണതഫലമായി വളരുന്ന വ്യക്തികളോട് പലപ്പോഴും ഹൃദയത്തിൽ ജീവിതത്തിൽ ഇഷ്ടക്കേട് കാണിക്കുന്ന സ്വഭാവമുള്ള വ്യക്തികളാണല്ലോ കർത്താവെ. ഓരോ മക്കളുടെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ. ഹൃദയത്തിൽ കൂടി കൊള്ളുന്ന അസൂയ എടുത്തു മാറ്റി മറ്റുള്ളവരുടെ വളർച്ചയിൽ ആനന്ദിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.